എന്റെ അപ്പൂ, നീ ഒന്ന് അടങ്ങിയിരിക്കേ. പിന്നല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും കാണണ്ടേ? വെറുതെ റൂമിലിരിക്കാനാണെങ്കിൽ വീട്ടിലെ റൂമിൽ തന്നെ കിടന്നാ പോരെ. ഡി അപ്പു, നമ്മൾ ഇവിടെ വന്നത് ഹണിമൂണിനാണെന്ന് അവള് മറന്നോ? എന്റെ ചേച്ചി, എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ രണ്ടാളെ ഒന്ന് കളിപ്പിച്ചതല്ലേ. ആ, വടി കൊടുത്ത് അടി വാങ്ങാതെ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. ദേവേട്ടനെ ചേച്ചി നല്ലോണം ഒന്ന് പരിഗണിച്ചേക്ക്. ആകെ കൈവിട്ട് നിൽക്കുകയാണെന്നാ തോന്നേ. ഹോട്ടലിലെത്തി താഴെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. റൂം തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ എല്ലാവരുടെയും കണ്ണുകളൊന്ന് വിടർന്നു. മെഴുകുതിരികളും റോസ് ഇതളുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച മുറി. കയറുമ്പോൾ തന്നെ സെന്റ് കാൻഡിൽസിന്റെ മണം മൂക്കിലേക്ക് കയറി വല്ലാത്തൊരു ഫീൽ തരുന്നുണ്ട്. ദേവേട്ടാ, ഇതൊക്കെ എങ്ങനെ? നമ്മൾ ഹണിമൂൺ പാക്കേജ് അല്ലേ ബുക്ക് ചെയ്തത്? അപ്പം നച്ചുക്കുട്ടിയുടെ ആഗ്രഹം പോലെ എല്ലാം റെഡിയാണല്ലോ. ശിവ തന്റെ ബാഗിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് നച്ചുവിന് നേരെ നീട്ടി. എന്താ ഇത്? പോയി ഫ്രഷ് ആയി വാ. നച്ചു അതും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഇതെന്താ, ഗൗണോ? വല്ല സാരിയാകും എന്നാണല്ലോ കരുതിയത്. അവൾ ആ ഡ്രസ്സൊന്ന് വിടർത്തി നോക്കി. നെറ്റും സാറ്റിൻ തുണിയും ചേർന്ന നേർത്ത ഗൗൺ. മുട്ടിന് മുകളിൽ മാത്രമേ നീളമുള്ളൂ. ആകെ ഉള്ളത് ചുമലിലുള്ള നേർത്ത ഒരു സ്ട്രാപ്പ് മാത്രമാണ്. അവൾ വേഗം അത് ധരിച്ചു. മുടിയും ഒന്ന് വിടർത്തിയിട്ട് റൂമിലേക്ക് വന്നു. ശിവ അവളെ കണ്ട് വിടർന്ന കണ്ണോടെ അടുത്തേക്ക് വന്നു. കറക്റ്റ് സൈസാണല്ലോ. എങ്ങനെ മനസ്സിലായി ദേവേട്ടന്? നിന്റെ ഓരോ അളവും നിന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ എനിക്കറിയാം. എന്താ സംശയമുണ്ടോ? എനിക്കൊരു സംശയവും ഇല്ല. ഇനി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ തെളിയിക്കാനല്ലേ? പിന്നല്ലാതെ. എനിക്കറിയാമെന്നുള്ളത് നിനക്കൊരു സംശയമുണ്ട്. അത് തെളിയിക്കേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമല്ലേ മോളെ? വല്ലാത്തൊരു ഉത്തരവാദിത്തമായിപ്പോയി. അവൻ അവളെ മെല്ലെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. എനിക്കിപ്പോ എന്താ തോന്നേ എന്നറിയോ? എന്തേലും വേണ്ടാത്ത തോന്നലാണെന്ന് ഉറപ്പല്ലേ? അത് നീ റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ടാണ് മോളെ. മെല്ലെ അവളുടെ ചുണ്ടുകളെ ഒന്ന് തഴുകി. പിന്നെ തന്റെ ചുണ്ടുകളെ പൊതിഞ്ഞു ചുംബിച്ചു. നച്ചു, വീണ്ടും വീണ്ടും ചുംബിക്കാൻ തോന്നുന്ന എന്തോ ഒരു ടേസ്റ്റാണ് നിന്റെ ചുണ്ടുകൾക്ക്. ദേവേട്ടൻ സ്ട്രോബെറി ഇഷ്ടമാണല്ലേ? എന്തേ? അല്ല, എന്റെ ലിപ് ബാം സ്ട്രോബെറി ഫ്ലേവർ ആണ്. ഞാൻ ഇത്ര റൊമാൻറ്റിക്കായി പറയുമ്പോ അതിലിങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന കഷ്ടമാണ് നച്ചു. അവളെ കൈകൾ കൊണ്ട് ഉയർത്തി നെഞ്ചോട് ചേർത്ത് കട്ടിലേക്ക് കിടത്തി. അവളുടെ മുകളിലേക്ക് കൈകൾ കുത്തി നിന്നു. ഇപ്പൊ എന്താ തോന്നി നിനക്ക്? ഒരുപാട് സന്തോഷം തോന്നും. ദേവേട്ടന്റെ സ്നേഹം മുഴുവനായും വേണമെന്ന് തോന്നും എന്നും പറഞ്ഞ് അവനെ തന്റെ മുഖത്തേക്ക് അടുപ്പിച്ച് ചുണ്ടി ചുംബിച്ചു തുടങ്ങി. അവളായിട്ട് തുടങ്ങിയ യാത്രയിൽ അവനും കൂടി പങ്കാളിയായി. രണ്ടാളും ചേർന്ന് ഒരുമിച്ച് തങ്ങളുടേത് മാത്രമായ സ്വർഗീയ നിമിഷങ്ങളിൽ പരസ്പരം സ്നേഹിച്ചും കാമിച്ചും ആ രാത്രിയെ വെളുപ്പിച്ചു. പുലർച്ചെ എപ്പോഴും തളർന്നുപോയ നച്ചുവിനെ ശിവ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ഉറക്കത്തിലേക്ക് പോയി. അജുവിന്റെയും അപ്പുവിന്റെയും റൂം. എന്റെ അജുവേട്ടാ, എന്താ ഇത്? ഞാൻ ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഇങ്ങനെയൊക്കെ ഹണിമൂണിന് റൂം സെറ്റാക്കുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പു വേഗം ഒരു നൈറ്റ് ഡ്രസ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അജു ഫോൺ എടുത്ത് വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പു, അമ്മ നിന്നെ ചോദിക്കുന്നു. ഞാൻ വന്നു, ഒരു മിനിറ്റ്. അവൾ ഇറങ്ങി ഫോൺ വാങ്ങി. ഹലോ അമ്മ, എന്ത് ചെയ്യുവാ? ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. നിനക്കൊക്കെ അവിടെ അടിച്ചുപൊളിയല്ലേ മോളെ? ശോ, ഹണിമൂണിനല്ലേ ഞങ്ങൾ വന്നത്, അല്ലേ അമ്മയെ കൂടെ കൂട്ടിയേനെ. ഡി മോളെ, നീ എന്നെ ഒരു സീരിയവില്ലത്തെ അമ്മായിയമ്മ ആക്കാനുള്ള പുറപ്പാടാണോ? അതെങ്ങനെ? പിന്നല്ലാതെ. മോനും മരുമോളും പോകുന്നിടത്തൊക്കെ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ ശല്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ? ഓ, അതാണോ ഉദ്ദേശിച്ചേ? എന്റെ മോനെ നീ ഉപദ്രവിക്കൊന്നും ചെയ്യല്ലേടി മോളെ. ഞങ്ങൾക്കാകെ അവൻ ഒരാളേ ഉള്ളൂ. അതൊന്നും പറയാൻ പറ്റില്ല അമ്മ. നാലാളോ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു വാ. എന്താണ് അമ്മായിയമ്മയും മരുമോളും കൂടി എന്നെയാണോ കുറ്റം പറയുന്നത്? മോനെ ഉപദ്രവിക്കില്ലേ എന്ന് അമ്മ എന്നോട് പറഞ്ഞതാ. നീ എന്നെ കുറിച്ച് ഉപദ്രവിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് മോളെ. അയ്യടാ, എന്താ പൂതി? പിന്നെ നമ്മളിവിടെ വന്ന് പൂജ ചെയ്യാനൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് വാ മോളെ, ഞാൻ ഒന്ന് സ്നേഹിക്കട്ടെ. അപ്പു പെട്ടെന്ന് അജുവിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ട് അവന്റെ മുകളിലേക്ക് കയറി കിടന്നു. അജുവേട്ടന് ഞാൻ ഉപദ്രവിക്കട്ടെ? അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി മെല്ലെ ചുണ്ടുകൾ കവർന്നു. പതിയെ പതിയെ അവളുടെ പ്രയാണം അവൻ ഏറ്റെടുത്തതോടെ ശക്തി ആർജിച്ചു. രണ്ടാളും ഇതുവരെ അറിയാത്ത പലതും പരസ്പരം പങ്കുവച്ചു. ചിലപ്പോഴൊക്കെ ഒരാൾ തളർന്നപ്പോൾ മറ്റേയാൾ താങ്ങി നിർത്തി. എപ്പോഴോ തളർന്ന് അവര് പോലും അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 4 പേരും ഉണർന്നത്. ഇതേ സമയം തങ്ങൾ ഉറങ്ങിപ്പോയത് അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഫുഡൊക്കെ റൂമിലേക്ക് തന്നെ വരുത്തിച്ചു. എന്നാലും എന്റെ ദൈവേട്ടാ, നമ്മൾ ഇത്രയും നേരം എങ്ങനെയാ ഉറങ്ങിയത്? അതിന് ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയില്ലല്ലോ മോളെ. സോ അതിന് പകരം രാവിലെ ഉറങ്ങി. വീട്ടിലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി എല്ലാരും കൂടി പേടിച്ചേനെ. അന്നൊരു ദിവസം ആ 4 ചുവരുകൾക്കുള്ളിൽ അവർ 4 ആളും പരസ്പരം സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞു. പിറ്റേന്ന് അവർ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയത് സോളാങ് വാലി ലേക്കിലേക്കാണ്.
വർഷം മുഴുവൻ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്കീയിങ്, പാരാഗ്ലൈഡിംഗ്, കുതിര സവാരി തുടങ്ങിയ സാഹസിക കായിക വിനോദങ്ങൾക്ക് ഈ താഴ്വര പ്രശസ്തമാണ്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന സോളാങ് വാലി ക്യാമ്പിങ്ങിനും ട്രെക്കിങ്ങിനും മികച്ച സ്ഥലമാണ്. മണാലിയിൽ വരുന്ന ഏതൊരാളും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കൂടെയുള്ള മലയാളിയായി ഡ്രൈവർ ആ സ്ഥലത്തെക്കുറിച്ച് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നാലാളും. ഇന്നൊരു ദിവസം മുഴുവൻ ഇവിടെയുള്ള സാഹസിക കായിക വിനോദങ്ങളെല്ലാം കണ്ട് അതിലെല്ലാം ട്രൈ ചെയ്തിട്ട് മാത്രമേ പോകൂ എന്നുള്ള വാശിയിലാണ് നച്ചു അപ്പു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാണുന്നത്ര ഈസി അല്ല ഇതൊന്നും. രണ്ടും കൂടി പേടിച്ച് ബോധം പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്യാം. ദേവേട്ടനും അജുവിനും പേടിയാണെങ്കിൽ ഒന്നിലും കയറാതെ മാറി നിന്നോ. ഞങ്ങൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആദ്യം തന്നെ രണ്ടാളും കുതിര സവാരി നടത്തി. കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഇതിനാണോ ദേവേട്ടൻ പേടിയാകുമെന്ന് പറഞ്ഞത്? ജീവിതത്തിൽ ഇതൊക്കെ അഡ്വഞ്ചറായി എടുക്കണം, എന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ, അല്ലേ ചേച്ചി? പിന്നല്ലാതെ ഇവർക്ക് രണ്ടിനും ഇത്രയും പേടിയുണ്ടെന്ന് ഇപ്പോഴല്ലേ അപ്പു മനസ്സിലായത്? അവസാനം വരെ ഇതൊക്കെ തന്നെ പറയണം. എന്റെ ശിവേട്ടാ, രണ്ടിന്റെയും വിചാരം നമ്മൾ പേടിച്ചിട്ടാണ് ഇതൊന്നും ചെയ്യാത്തതെന്നാ. ഇവർക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ വിഷമമായാലോ എന്ന് വിചാരിച്ചാണ് ഞാനൊന്നും ട്രൈ ചെയ്യേണ്ടെന്ന് ആദ്യമേ പറഞ്ഞത്. രണ്ടിനും നല്ല പേടിയുള്ള കൂട്ടത്തിലാണെന്ന് നമുക്കല്ലേ അറിയൂ. എന്നിട്ടും ആഗ്രഹമുണ്ട് നമുക്കൊന്ന് കൂടെ നിൽക്കാം. അവരുടെ ഒരു ആഗ്രഹമല്ലേ. നാലാളും കൂടി പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ റെഡിയായി. അപ്പോഴാണ് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ കൂടെ മാത്രമേ അറിയാത്ത ആൾക്കാരെ ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞത്. അങ്ങനെ നാലാളും അവിടെയുള്ള ആൾക്കാരുടെ കൂടെ സേഫ്റ്റിയൊക്കെ എല്ലാം നല്ല രീതിയിൽ ശരിയാക്കി പറക്കാൻ തയ്യാറായി. തുടക്കത്തിൽ വളരെ ആവേശത്തിൽ എല്ലായിടവും നോക്കിക്കണ്ട നച്ചുവിനും അപ്പുവിനും കുറച്ച് ഉയരത്തിലെത്തിയപ്പോൾ തന്നെ പേടിയാകാൻ തുടങ്ങി. അജുവിനെയും ശിവയും വെല്ലുവിളിച്ചത് കൊണ്ട് തൊട്ട് പിന്മാറാനും മടിയായി. അപ്പോഴാണ് ശിവ പറഞ്ഞത് ഓർത്തത്. അപ്പു, നച്ചു, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടാൾക്കും മുകളിൽ എത്തുമ്പോൾ പേടിയാകുന്ന ഞങ്ങൾക്കറിയാം. എന്നാലും ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈഫിൽ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുന്ന ഒരു സന്തോഷമാണ്. സോ പേടിയാവുമ്പോൾ മൈൻഡ് നല്ലോണം ഫ്രീ ആക്കി നമ്മളൊരു പക്ഷിയെ പോലെ പറക്കുന്നതാണെന്ന് വിചാരിച്ച് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി എല്ലാം കാണാൻ ശ്രമിച്ചാൽ മതി. അതോർത്തപ്പോൾ തന്നെ പേടി കുറച്ചൊന്ന് കുറഞ്ഞതുപോലെ തോന്നി. അവസാനം താഴെ എത്തുമ്പോൾ രണ്ടാളുടെ മുഖത്ത് പേടിയുണ്ടെങ്കിലും വല്ലാത്തൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നച്ചു, അപ്പു? ദേവേട്ടൻ പറഞ്ഞ പോലെ മുകളിൽ എത്തിയപ്പോൾ നല്ലോണം പേടിയായി. എന്നാലും പിന്നെ ഒന്ന് താഴേക്ക് നോക്കി എല്ലാം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചപ്പോ കുറച്ച് ശരിയായി. ഇപ്പൊ താഴെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. പേടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും തടഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ലൈഫിൽ ഒരിക്കലും ഞങ്ങൾ എൻജോയ് ചെയ്യില്ലായിരുന്നു. താങ്ക് യു ദേവേട്ട ആൻഡ് അജു, ഞങ്ങളുടെ കൂടെ നിന്ന് ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്നതിന്. ജീവിതത്തിൽ പേടിയാണെന്ന കാരണം കൊണ്ട് പലപ്പോഴും ചിലരെങ്കിലും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കാറുണ്ട്. എന്നാൽ അവരെ ചേർത്ത് നിർത്തി ധൈര്യം കൊടുക്കാൻ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാൻ പറ്റും ദേവേട്ട. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ആകാൻ സാധിക്കുന്ന ഹസ്ബൻഡിനെ കിട്ടുക എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമുള്ള കാര്യമാണ്. എനിക്കും ചേച്ചിക്കും അത് കിട്ടി. പണ്ടൊക്കെ എനിക്ക് ശിവേട്ടനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അജുവേട്ടൻ നച്ചു ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ ഏട്ടൻ മാത്രം അങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. യു മൈ ലവ്ലി ബ്രദർ നൗ. സോറി അപ്പു, നിനക്ക് എന്നെ ആവശ്യമുള്ളപ്പോ ഒന്നും ഞാനൊരു ഏട്ടന്റെ കടമകൾ ചെയ്തു തന്നിട്ടില്ല എന്നെനിക്കറിയാം. എന്തോ എനിക്ക് തന്നെ അറിയില്ല, അന്നത്തെ എന്റെ സ്വഭാവം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി നിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും. നിനക്ക് എന്താവശ്യത്തിനും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടിന്റെ സ്ഥാനത്തും ഞാൻ എന്നും കാണും. അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. രണ്ടാളും കൂടി ഇതൊരു സെന്റി സീൻ ആക്കിയല്ലോ അജു. അങ്ങനെ ഞങ്ങൾ രണ്ടും ഇല്ലാതെ നിങ്ങൾ ഹഗ് ചെയ്യാൻ സമ്മതിക്കില്ല, വാടോ അജു. നാലാളും കൂടി കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു. പിന്നെ സ്കീയിങ് ഒക്കെ ചെയ്തു. വൈകുന്നേരമാണ് ആ മഞ്ഞുമൂടിയ താഴ്വരയിൽ നിന്ന് അവർ ഹോട്ടലിലേക്ക് മടങ്ങിയത്. നല്ലോണം ക്ഷീണിച്ചതിന് വേഗം ഫ്രഷായി ഫുഡ് കഴിച്ചു കിടന്നു. 3-4 ദിവസങ്ങൾ കൊണ്ട് മണാലി ആസ്വദിച്ചും തന്റെ പാതയോടൊപ്പം പ്രണയം പങ്കുവച്ചും അവർ ചിലവഴിച്ചു. നേരെ കാശ്മീരിലേക്കുള്ള യാത്രയിലാണ്. ഇതൊക്കെ ജീവിതാസനം വരെ ഓർമ്മിക്കാനുള്ള സുന്ദരമായ നിമിഷങ്ങളാണല്ലേ അജുവേട്ട? കാശ്മീരിലെത്തി റൂമിൽ കയറി ഫ്രഷായി ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കാണുകയാണ് നച്ചു. കാശ്മീരിന്റെ ഭൂമിയിലെ പർദീസ എന്ന് വിളിക്കാറുണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ദേവേട്ട. ഇതൊക്കെ കണ്ട ആർക്കായാലും അങ്ങനെ തോന്നും അല്ലേ? അത് നീ പറഞ്ഞത് കറക്റ്റ് ആണ് നച്ചു. ഇനി ഇവിടെ എവിടെയൊക്കെ പോണെന്ന് അപ്പോ നീയും കൂടി സെർച്ച് ചെയ്ത് കണ്ടുവച്ചില്ലേ? അതൊക്കെ എപ്പോഴേ ചെയ്തു. ഇനി ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓഫീസും തിരക്കും ഒക്കെ തന്നെ ആവും അല്ലേ? എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ദേവേട്ട? ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയാൽ തന്നെ ലൈഫിലെ മടുപ്പൊക്കെ മാറിക്കൊള്ളും. കാശ്മീരിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ സന്ദർശിച്ച് അവർ 4 ആളും നാട്ടിലേക്ക് മടങ്ങി. ഓർത്തിരിക്കാൻ ഒത്തിരി ഓർമ്മകളും കാഴ്ചകളും കണ്ണിലും മനസ്സിലും ഇതിനിടയിൽ ആവോളം ഉണ്ടായിരുന്നു. നാട്ടിലെത്തിയതോടെ അപ്പൂന് MBA ക്ലാസ് തുടങ്ങി.
ശിവയാജു പഴയതുപോലെ ഓഫീസിലും പോയി തുടങ്ങി. നച്ചു മാത്രം മുത്തശ്ശന്മാരോടൊപ്പം ഒക്കെ സമയം ചിലവഴിച്ച് കാവിലും നാഗത്തറയിലും വിളക്ക് വെച്ചു തന്റെ ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ദിവസങ്ങൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നച്ചുവിന്റെ വീട്ടിലെ ബോറടി ദിവസങ്ങൾ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം. നാളെയാണ് അവരുടെ പുതിയ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം. ഹോസ്പിറ്റൽ ഓപ്പൺ ആവുന്നതോടെ നന്ദനും നാൻസിയും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഇവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. വാസുദേവനും സീതയും വീണ്ടും അവരുടെ ഡോക്ടർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ്. അജു ആണ് താൽക്കാലികമായി പോയിക്കൊണ്ടിരുന്ന ശിവയുടെ ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറി. വീണ്ടും പഴയതുപോലെ തനിക്കും അജുവിന് എന്നും ഒന്നിച്ച് ജോലിക്ക് പോകാനും വരാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് നച്ചുവിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നാണ് ഹോസ്പിറ്റൽ ഇനാഗുറേഷൻ. രാവിലെ എല്ലാവരും ഒന്നിച്ച് അമ്പലത്തിൽ പോയി വന്നു. രണ്ട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കൂടി പ്രാർത്ഥനയോടെ നിലവിളക്കൊക്കെ കത്തിച്ച് തങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കുറച്ച് നല്ല തിരക്കിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പിന്നെ തിരക്ക് പിടിച്ചുള്ള ഓട്ടാണ് പലയിടത്തേക്കും. എല്ലാവർക്കും എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടെങ്കിലും രാത്രിയിലെ ഭക്ഷണമെങ്കിലും ഒന്നിച്ച് കഴിക്കാൻ ശ്രമിക്കണം എന്നുള്ള മുത്തച്ഛന്റെ ആഗ്രഹം കൊണ്ട് പരസ്പരം കാണാൻ എന്നും പറ്റുന്നുണ്ട് എന്ന അവസ്ഥയാണ്. എന്റെ ദേവേട്ടാ, ഇന്നൊരു സൺഡേ ആയിട്ട് പോലും നമുക്കൊന്ന് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊന്നും ഇനി ഒരിക്കലും നടക്കുമെന്ന് തോന്നില്ല മോളെ. പിന്നെ ഇടയ്ക്കൊക്കെ തിരക്കില്ലാത്തപ്പോ ഒരു ദിവസം ലീവ് എടുത്ത് നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ഈ മുറിയിൽ തന്നെ കൂടാം. അതൊരു വല്ലാത്ത ഐഡിയ ആയി പോയല്ലോ. നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ലെന്നച്ചു. എത്ര നാളായെന്നറിയോ ഞാൻ ഒന്ന് നിന്റെ കൂടെ. മതി, ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചോളാം. എന്റെ നച്ചുവും അതൊന്നും അല്ല. പിന്നെ നിനക്ക് എപ്പോഴും അതൊക്കെയാണ് ചിന്ത. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കും. എങ്കിൽ പിന്നെ ദേവേട്ടൻ തന്നെ പറ, എന്താ പറയാൻ പോയതെന്ന്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിന്റെ ആഗ്രഹം നീ പറഞ്ഞല്ലോ. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ ഭാര്യയുടെ ആഗ്രഹം നടത്തി തന്നിരിക്കും. ഷോ, എന്റെ ദൈവമേ, വേറെ ആർക്കും ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ നീ കൊടുക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനൊരു ചാൻസും ഇല്ല മോളെ. എന്നെ പോലെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സ്വയം എങ്ങനെ പൊക്കി പറയാനുള്ള കഴിവ് എവിടെന്നാ കിട്ടിയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നന്ദിനി ആന്റിക്കും ചന്ദ്രകുമാർ അങ്കിളിനും ഇങ്ങനെ ഒരു സ്വഭാവം ഇല്ലല്ലോ. ഡീ, നീ എന്നെ വല്ലാതെ അങ്ങ് ആക്കല്ലേ മോളെ. ഞാൻ തുടങ്ങിയ താങ്ങില്ല നീ. പിന്നെ ഇത്രയും നാൾ ആരാ ദേവേട്ടനെ താങ്ങിയത്? അപ്പൊ പൊന്നുമോൾ ഒന്നുകൂടെ ഒന്ന് എന്നെ താങ്ങാൻ റെഡിയല്ലേ? ദേവേട്ടാ, ചുമ്മാ കളിക്കല്ലേ. രണ്ടാൾക്കും പോവാൻ വൈകും. അതൊന്നും സാരമില്ല. ഒരു ദിവസം നമ്മൾ നേരം വൈകിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല. അജു എന്നെ വിളിക്കാൻ ഇപ്പൊ വരും. പ്ലീസ്, നല്ല ദേവേട്ടാലേ. ഒരു പ്ലീസും ഇല്ല മോളെ. നമുക്കൊന്ന് സ്നേഹിക്കാം. ഹലോ അജു, ഇന്ന് നച്ചു കുറച്ച് വൈകിയേ വരും. ഞാൻ കൊണ്ടുവിട്ടോളാം. ചെറിയൊരു തലവേദന, കുറച്ച് സമയം കിടന്നാ മാറിക്കോളും. നീ പൊയ്ക്കോ. എന്റെ ദേവേട്ടാ, ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ എങ്ങനെ പറ്റുന്നു? ഒരു നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് കള്ളമൊക്കെ പറയാം. പിന്നെ ഇതാണോ നല്ല കാര്യം? അത് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമല്ലേ പരസ്പരം സ്നേഹിക്കുന്നത്. ദേവേട്ടനെ പോലെ ഇങ്ങനെയൊക്കെ പറയാൻ വേറെ ആർക്കും പറ്റുമെന്ന് തോന്നില്ല. നീ വെറുതെ സംസാരിച്ച് സമയം കളയാതെ. ശിവ മെല്ലെ നച്ചുവിനെ തന്റെ കൈക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചു. ചുണ്ടുകളെ ഒന്ന് തന്റെ നാവുകൊണ്ട് നനച്ച് ചുംബിച്ചു തുടങ്ങി. ആദ്യമൊക്കെ അനങ്ങാതിരുന്ന നച്ചു പിന്നീട് അവന്റെ കൂടെ തന്നെ ചുംബിച്ചുകൊണ്ടിരുന്നു. ചുണ്ടുകളിൽ തുടങ്ങിയ ചുംബനം അവസാനിച്ചത് കാൽവിരലുകളിലായിരുന്നു. ഇതിനിടെ രണ്ടുപേരുടെയും ദേഹത്തുനിന്ന് വസ്ത്രങ്ങൾ പൂർണ്ണമായി അടർന്നു മാറിയിരുന്നു. ഇനി തന്റെ പാതയുടെ ചുണ്ടുകൾ പതിയാത്ത ഒരു സ്ഥലവും തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവരുതെന്ന് രണ്ടാൾക്കും തോന്നിയതുപോലെയുള്ള പ്രവൃത്തികളായിരുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു അനുഭൂതിയിൽ രണ്ടാളും പരസ്പരം ഒന്ന് നോക്കി ചേർത്ത് പിടിച്ചു. ദേവേട്ടാ, എന്തു പറ്റി? പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ. എന്തോ നമുക്കിടയിൽ അത് വേണ്ടെന്ന് തോന്നി. അപ്പൊ എന്തെങ്കിലും സംഭവിച്ച ബേബി ഇപ്പോഴൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഇപ്പൊ ഇങ്ങനെ തോന്നി. നിനക്ക് ടെൻഷനുണ്ടോ? എന്തിനു ടെൻഷൻ? എനിക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും അജുവും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ബേബിയെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്ര വാശി പിടിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷെ പപ്പയ്ക്കും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ തിരക്കുകളൊക്കെ കാരണം ഒരു കുഞ്ഞിനെ കൂടി നല്ല രീതിയിൽ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഭയമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും അതൊക്കെ വിട്ടു. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവരോട് പൂർണ്ണമായി നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ സ്നേഹത്തിൽ നിന്നല്ലേ അവർ ഉണ്ടാവുന്നത്. അപ്പൊ ഒരുപാട് സ്നേഹം തോന്നില്ലേ? എന്ത് രസമാണെന്നറിയോ ഹോസ്പിറ്റലിലൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. അപ്പൊ നച്ചുക്കുട്ടി ഇപ്പോൾ ഒരു അമ്മയാവാൻ മാനസികമായി തയ്യാറാണ് എന്നർത്ഥം. അപ്പൊ ദേവേട്ടൻ ഇഷ്ടമില്ലേ? എനിക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ കുറെ കഴിഞ്ഞു മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞൊക്കെ കേട്ടപ്പോ എന്തോ ഒരാഗ്രഹം. നമ്മുടെ സ്വന്തമായൊരു കുഞ്ഞ്, നീയും ഞാനും ചേർന്ന് നമ്മുടെ പ്രണയത്തിന്റെ അംശമായി ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞു മുഖം കാണാൻ തോന്നുക. നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കേണ്ട. ഇനി ദൈവം സമയമാകുമ്പോ ഒരു കുഞ്ഞു മാലകെ നമുക്ക് അരികിലേക്ക് അയക്കും എന്ന് കരുതാം. ഇനി ഇന്ന് പോണോ നച്ചു? പിന്നെ പോകാതെ കുറച്ച് സമയം കിടന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പോവാം. ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. അപ്പൂനിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് 6 മാസത്തോളമായി.
എന്നും രാവിലെ നച്ചുവും അജുവും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അപ്പൂനെ കോളേജിലാക്കും. വൈകുന്നേരം അവൾ അധികവും ബസ്സിന് വരും, അല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. അന്നത്തെ സംസാരത്തിന് ശേഷം നച്ചു അവളുടെ ദേവേട്ടനും ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞുമുഖം തങ്ങളുടെ ഇടയിലേക്ക് വരുന്നതിനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. നച്ചു, എണീക്ക്, നീ ഇന്ന് പോകുന്നില്ലേ? എനിക്ക് വയ്യ ദേവേട്ട, എന്തോ തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിൽ ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരാം ഹോസ്പിറ്റലിലേക്ക്, അവിടെ ഡോക്ടറെ കാണിക്കാം. ഇന്ന് എന്തായാലും വേണ്ട, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ദേവേട്ട ഓഫീസിൽ പോവാൻ നോക്ക്. നിനക്ക് വയ്യാതെ കിടക്കുമ്പോ ആണ് ഞാൻ പോവേണ്ടത്. അതിന് മാത്രം എനിക്ക് ഒന്നുമില്ല. ചെറുതായിട്ട് വയറുവേദനയുണ്ട്, പീരിയഡ്സിന്റെ ആയിരിക്കും എന്നാ തോന്നേ. അതിന് നിനക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? അത് ശരിയാണല്ലോ, ഞാൻ അതൊന്നും ഓർത്തില്ല. ദേവേട്ട എങ്ങനെ ഇതൊക്കെ ഓർത്തു വെക്കുന്നത്? ഞാൻ പട്ടിണി കിടക്കുന്ന ദിവസങ്ങൾ എനിക്ക് പിന്നെ ഓർമ്മയില്ലാതിരിക്കും. എന്റെ ദേവേട്ടാ, ആരേലും കേട്ടാ എന്ത് വിചാരിക്കും? അതിന് ഞാൻ എന്റെ ഭാര്യയോടല്ലേ പറഞ്ഞു, അല്ലാതെ അയൽക്കാരന്റെ വൈഫിനോടല്ലല്ലോ. എന്തായി കാണിക്കുന്നേ? എന്നെ താഴെ ഇറക്ക് ദേവേട്ടാ. വലിയ ബാത്റൂമിൽ കൊണ്ടാക്കി ബ്രഷ് എടുത്തു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന അച്ചു, ഞാൻ പിടിക്കാം. തല കറങ്ങി വീഴാൻ നിൽക്കണ്ട. ബ്രഷ് വായിലേക്ക് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. വയറ്റിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് വന്നു. എത്ര ഛർദ്ദിച്ചിട്ടും ഒന്നും വരുന്നില്ല. എന്നാൽ ഛർദ്ദിക്കാനുള്ള തോന്നൽ മാത്രമുണ്ട്. എനിക്ക് വയ്യ ദേവേട്ടാ, ഞാൻ ഇപ്പൊ വീഴും. വേഗം കുറച്ച് വെള്ളം എടുത്ത് മുഖം മാത്രം ഒന്ന് കഴുകി അവളെ കൈകളിലെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. ഇവിടെ തന്നെ കിടക്ക്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ശിവ വേഗം താഴേക്ക് പോയി. അമ്മ, ഒരു ഗ്ലാസ് ചായ തരൂ. നീ അല്ലേ ശിവ ഇപ്പൊ ചായ കുടിച്ചു പോയത്? എനിക്കല്ല അമ്മ, നച്ചുവിനാ. അവൾക്ക് തീരെ വയ്യ, അതാ. അയ്യോ, മോൾക്ക് എന്താ പറ്റി? ഇത്രയും നേരമായിട്ടും താഴേക്ക് കാണാത്തോണ്ട് അമ്മ ചോദിച്ചതേ ഉള്ളൂ. അവൾക്ക് തല കറങ്ങുന്നുണ്ട്. പല്ല് തേക്കാൻ നോക്കിയപ്പോ ഛർദ്ദിക്കാൻ വരുവാന്ന്. നീ മുറിയിലേക്ക് ചെല്ല്, മോളെ ഒറ്റയ്ക്കാക്കാതെ ഞാൻ ചായ എടുത്തു വരാം. നന്ദിനി ഒരു ഗ്ലാസ് ചായ എടുത്ത് ശിവയുടെ പിറകെ തന്നെ മുറിയിലേക്ക് വന്നു. മോളെ, എന്തു പറ്റി? മോളെ ഒന്ന് എണീപ്പിച്ച് ചാരി എടുത്ത് ശിവ, ഞാൻ ചായ കൊടുക്കാം. ശിവ നച്ചുവിനെ ഉയർത്തി തന്റെ നെഞ്ചോട് ചേർത്ത് ചാരി ഇരുത്തി. നന്ദിനി 2 പ്രാവശ്യം ചായ കൊടുത്ത് നച്ചു മതിയെന്നും പറഞ്ഞു കൈ ഉയർത്തി. എനിക്ക് വേണ്ട ആന്റി, ഛർദ്ദിക്കാൻ വരുക, വായൊക്കെ എന്തോ പോലെ. നന്ദിനി അവളുടെ നെറ്റി മെല്ലെ കൈവച്ച് നോക്കി. ചൂടൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ശിവ, മോളെ എടുത്ത് താഴേക്ക് വാ. ഞാൻ ചന്ദ്രേട്ടനോട് വണ്ടി എടുക്കാൻ പറയാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ നച്ചു? അവൾ ഒന്നും ഇടാതെ തളർന്നു കിടക്കുന്ന കണ്ട് ശിവ തന്നെ ഒരു ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ട് കൊടുത്തു. അവനും വേഗം ചേഞ്ച് ചെയ്ത് അവളെ എടുത്ത് താഴേക്ക് വന്നു. അയ്യോ, മോൾക്ക് എന്താ ശിവ പറ്റിയത്? ഒന്നുമില്ല മുത്തശ്ശി, അവൾക്ക് തലയൊക്കെ കറങ്ങുന്നത് പോലെ, അതാ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് വിചാരിച്ചത്. നന്ദിനിയും ചന്ദ്രകുമാറും വണ്ടിയുടെ അടുത്ത് അവരെയും നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ മുന്നിൽ കയറിക്കോ, ഞാൻ നച്ചുവിന്റെ കൂടെ ഇരിക്കാം. ഞങ്ങൾ പോയിട്ട് മോളെ ഡോക്ടറെ കാണിച്ചിട്ട് വിളിക്കാം അമ്മ. അച്ഛനും അമ്മയും ഭക്ഷണമൊക്കെ കഴിക്കണേ, ഞങ്ങൾ വന്നിട്ട് കഴിച്ചോളാം.